ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ഇന്നത്തെ വീഡിയോ മലപ്പുറത്തുള്ള പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകളും അറിയപ്പെടാണ്ട് പോയിട്ടുള്ള കുറച്ച് സ്പോട്ടുകളും അവിടുത്തെ കാഴ്ചകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. മലപ്പുറത്തേക്ക് വരുന്നവർ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രമിക്കണേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കക്കാടംപൊയിൽ കോഴിക്കോട് മലപ്പുറം ജില്ലയിലായിട്ട് പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് കക്കാടംപൊയിൽ. കോടമഞ്ഞു കൂടിയ മലനിരകളും പുൽമേടുകളും കൃഷിയിടങ്ങളും വെള്ളച്ചാട്ടങ്ങളും പാറക്കെട്ടുകളും എല്ലാം അടങ്ങിയ കക്കാടംപൊയിൽ ജനകീയ ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ച മലബാറിലെ ഏറ്റവും പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഒന്നാണ്. കോഴിപ്പാറ വാട്ടർഫോൾ, അമ്പുമല, കുരിശുമല, പഴശ്ശി കേവ്, ഫോഗി മൗണ്ടെയിൻ അഡ്വഞ്ചർ പാർക്ക്, സ്കൈവേ വാട്ടർ തീം പാർക്ക് എന്നിവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ട്. ഇതിനു പുറമെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് റിസോർട്ടുകളും ഇവിടെയുണ്ട്. കക്കാടംപൊയിലിന്റെ ടൂറിസ്റ്റ് പ്ലേസിന്റെ റിസോർട്ടിന്റെ ഒക്കെ വീഡിയോ നമ്മൾ മുന്നേ ചാനൽ ചെയ്തിട്ടുണ്ട്. നിലമ്പൂര് എത്ര കണ്ടാലും മതിവരാത്ത കാടിനാൽ ചുറ്റപ്പെട്ട കാഴ്ചയുടെ ലോകമാണ് മലപ്പുറം ജില്ലയിലുള്ള നിലമ്പൂര്. പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച കാടിന്റെയും തേക്കിന്റെയും ഒക്കെ നാടായ നിലമ്പൂര് വൺ ഡേ ട്രിപ്പിനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ്. നെടുങ്കയം റെയിൻ ഫോറസ്റ്റ്, കനാലി പ്ലോട്ട്, ബംഗ്ലാവ് കുന്ന്, തേക്ക് മ്യൂസിയം, ആഢ്യൻപാറ വെള്ളച്ചാട്ടം, ഓം കുരിശുപാറ, മൂലേപ്പാടം വെള്ളച്ചാട്ടം, TK കോളനി, കതിർ ഫാം, ചെമ്മല ഫിഷ് ഫാം എന്നിവയാണ് ഇവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടുകൾ. നിലമ്പൂർ ടൂറിസ്റ്റ് സ്പോട്ടിന്റെ വീഡിയോ നമ്മൾ മുന്നേ ചാനൽ ചെയ്തിട്ടുണ്ട്. മിനിയൂട്ടി കൊണ്ടോട്ടിയിൽ നിന്നും 15 കിലോമീറ്റർ മാറി അരിമ്പ്ര ഹില്ലിലാണ് മിനിയൂട്ടിയുടെ ലൊക്കേഷൻ വരുന്നത്. കണ്ണെത്താ ദൂരത്തോളം കിടക്കുന്ന പച്ചപ്പും മലകളും കോടമഞ്ഞും ഈ പ്രദേശത്തെ നല്ല അടിപൊളിയാക്കുന്നുണ്ട്. മിസ്റ്റിലാൻഡ് എന്ന റൈഡും കൗതുക കാഴ്ചകളൊക്കെ ഒരുക്കിയിട്ടുള്ള പാർക്കാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജുകളിൽ ഒന്നാണ് ഇവിടെ ഉള്ളത്. ടണൽ അക്വേറിയം, ഹൊറർ ഹൗസ്, കേബിൾ കാർ, 7D മൂവി, ഫുഡ് കോർട്ട്, കിഡ്സ് പാർക്ക് എന്നിവയെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഓരോ റൈഡുകൾക്കും പ്രത്യേകം ചാർജും വരുന്നുണ്ട്. മിനിയൂട്ടി തന്നെ പെറ്റ്സ് പാർക്ക്, റോക്ക് ഗാർഡൻ, വൈബ് ലാൻഡ്, ഹിൽസ് ലാൻഡ്, മോജീസ് വാട്ടർ പാർക്ക് തുടങ്ങിയ മറ്റ് പാർക്കുകളും ഇവിടെ വരുന്നുണ്ട്. കുട്ടികളായിട്ടൊക്കെ പോകാൻ പറ്റിയൊരു സ്പോട്ടാണ് മിനിയൂട്ടി. ഇവിടേക്കുള്ള റോഡ് കുറച്ച് മോശമാണ് കേട്ടോ. കോട്ടക്കുന്ന് മലപ്പുറം നഗരത്തിന്റെ ഹൃദയഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന കോട്ടക്കുന്ന് ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഗെയിം സോണ്, ബലൂൺ പാർക്ക്, ഫൺ പാർക്ക്, സൈക്കിൾ ട്രാക്ക് തുടങ്ങി കുട്ടികൾക്കായിട്ടുള്ള പ്രത്യേകം സംവിധാനങ്ങൾ കോട്ടക്കുന്നിലുണ്ട്. മിറാക്കിൾ ഗാർഡനും അഡ്വഞ്ചർ പാർക്കാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. 20 രൂപയാണ് എൻട്രി ചാർജ്. ഓരോ ആക്ടിവിറ്റിക്കും പ്രത്യേകം ചാർജ് വരുന്നുണ്ട്. രാവിലെ 9 മണി മുതൽ 8 മണി വരെയാണ് എൻട്രി ടൈം. നല്ല വെയിലായതുകൊണ്ട് തന്നെ 4 മണിക്ക് ശേഷം പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ശാന്തി തീരം പാർക്ക് കോട്ടക്കുന്ന് പാർക്കൊന്നും 2 കിലോമീറ്റർ മാറി സിവിൽ സ്റ്റേഷന് അടുത്ത് പുഴയോട് ചേർന്നുള്ള നാച്ചുറൽ പാർക്കാണ് ശാന്തി തീരം. തടാകത്തിന്റെ തീരത്ത് ഒരു ഹെറിറ്റേജ് റിസോർട്ടും വരുന്നുണ്ട്. കൂടുതലും കപ്പിൾസ് ആണ് ഇവിടേക്ക് വരുന്നത്. രാവിലെ 8 മുതൽ രാത്രി 8 മണി വരെയാണ് ടൈമിങ്. ഫ്ലോറ ഫാന്റസി ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ മലബാറിലെ തന്നെ വലിയ വാട്ടർ തീം പാർക്കാണ് 14 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഫ്ലോറ ഫാന്റസിയ അമ്യൂസ്മെന്റ് പാർക്ക്. രാവിലെ 11 മണി മുതൽ 6 മണി വരെയാണ് എൻട്രി ടൈം. മുതിർന്നവർക്ക് 800 രൂപയും 4.5 ഫീറ്റിന് താഴെയുള്ള കുട്ടികൾക്ക് 600 രൂപയുമാണ് ചാർജ് ചെയ്യുന്നത്. വളാഞ്ചേരിക്ക് അടുത്താണ് പാർക്കിന്റെ ലൊക്കേഷൻ വരുന്നത്. മുതിർന്നവർക്കും കുട്ടികൾക്കും അടിച്ചു പൊളിക്കാൻ പറ്റിയ നിരവധി വാട്ടർ റൈഡുകളും ഡ്രൈ റൈഡുകളും പാർക്കിലുണ്ട്. മലയിൽ ഫാം ഹൗസ് വളാഞ്ചേരിയിൽ നിന്ന് 12 കിലോമീറ്റർ മാറി ഫാമിലി ആയിട്ടൊക്കെ പോകാൻ പറ്റിയൊരു സ്പോട്ടാണ് മലയിൽ ഫാം ഹൗസ്. സ്വിമ്മിംഗ് പൂള്, കിഡ്സ് പാർക്ക്, പ്ലേ ഗ്രൗണ്ട്, അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് എല്ലാം ഇവിടെയുണ്ട്. സ്റ്റേ ചെയ്യാനായിട്ട് ലക്ഷറി വില്ല, എ ഫ്രെയിം വില്ല, ബാംബു ഹൗസ്, ഹട്ട്, ഓഡിറ്റോറിയം എല്ലാം അവൈലബിൾ ആണ്. കൊടികുത്തിമല എക്കോ ടൂറിസം പെരിന്തമണ്ണയിൽ നിന്നും 10 കിലോമീറ്റർ മാറിയിട്ടാണ് കൊടികുത്തിമലയുടെ ലൊക്കേഷൻ വരുന്നത്. രാവിലെ 9 മണി മുതൽ 4 മണി വരെയാണ് എൻട്രി ടൈം. മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 20 രൂപയാണ് ചാർജ്. 2 കിലോമീറ്ററോളം നടന്ന് വേണം വാച്ച് ടവറിലെത്താൻ. നടക്കുന്ന ഓരോ വഴിയിലും ഇരിപ്പിടങ്ങളും വ്യൂ പോയിന്റ്സ് ഒക്കെ വരുന്നുണ്ട്. രാവിലെയോ വൈകിട്ടോ ആണ് പോകാൻ പറ്റിയ ടൈം. ചെറിയ മഴയൊക്കെ ഉള്ളപ്പോൾ പോയാൽ നല്ല കോടമഞ്ഞൊക്കെ ആയിട്ട് നല്ലൊരു വൈബായിരിക്കും. തിങ്കളാഴ്ച അവധിയാണ്. എറ നേച്ചർ പാർക്ക്
പെരിന്തൽമണ്ണ MES ഹോസ്പിറ്റലിനടുത്ത് 40 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന നാച്ചുറൽ പാർക്കാണ് ഇറ നാച്ചുറൽ പാർക്ക്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസ് ഈ പാർക്കിലുണ്ട്. രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ടൈമിംഗ്. 100 രൂപയാണ് എൻട്രി ചാർജ്. ഓരോ ആക്ടിവിറ്റിക്കും പ്രത്യേകം ചാർജ് വരുന്നുണ്ട്. ഫിഷിംഗ്, ബോട്ടിംഗ്, ഹോഴ്സ് റൈഡ്, ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസ്, കിഡ്സ് പാർക്ക്, പെറ്റ്സ് പാർക്ക്, ബേർഡ്സ് ഫീഡിംഗ് തുടങ്ങിയ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ വരുന്നുണ്ട്. സ്റ്റേ ചെയ്യാനായിട്ട് പ്രീമിയം ഫാം ഹൗസും അവൈലബിൾ ആണ്. ജിസാൻ അഗ്രികൾച്ചർ പാർക്ക് പെരിന്തമണ്ണക്കടുത്ത് മണ്ണാർ മലയിൽ കൃഷിയുടെ കാഴ്ചകളും അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ചേർന്ന ഒരു പാർക്കാണിത്. മുതിർന്നവർക്ക് 70 രൂപയും കുട്ടികൾക്ക് 40 രൂപയുമാണ് എൻട്രി ചാർജ്. ഓരോ ആക്ടിവിറ്റീസിനും പ്രത്യേകം ചാർജ് വരുന്നുണ്ട്. ഹട്ട് സ്റ്റേ, അഡ്വഞ്ചർ റൈഡ്സ്, ഇൻഫിനിറ്റി പൂൾ, പെറ്റ്സ് പാർക്ക്, കിഡ്സ് പ്ലേ ഏരിയ, ഓഡിറ്റോറിയം തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. 2 മണി മുതൽ 9 മണി വരെയാണ് എൻട്രി ടൈം. ആമസോൺ വ്യൂ പോയിന്റ് ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടാണ് ആമസോൺ വ്യൂ പോയിന്റ്. ഒതായി ടൗണിൽ നിന്നും 4 കിലോമീറ്റർ മാറി ഈസ്റ്റ് ചാത്തല്ലൂരിലെ മൂന്നുകല്ല് മലയിലാണ് ആമസോൺ വ്യൂ പോയിന്റിന്റെ ലൊക്കേഷൻ വരുന്നത്. വ്യൂ പോയിന്റിന്റെ മുകളിലെത്താൻ കാട്ടിലൂടെ കല്ലും മണ്ണും നിറഞ്ഞ പാതയിലൂടെ 1 മണിക്കൂറോളം നടക്കാനുണ്ട്. മുകളിൽ നിന്ന് നോക്കിയാൽ കാടുകൾക്കിടയിലൂടെ ആമസോൺ നദി ഒഴുകുന്ന പോലെ ചാലിയാർ പുഴ വളഞ്ഞൊഴുകുന്നതും പച്ചപ്പിന്റെയും മലനിരകളുടെയൊക്കെ അടിപൊളി വ്യൂവും കാണാൻ പറ്റും. നല്ല രാവിലെ എത്തിയാൽ നല്ല കോടമഞ്ഞൊക്കെ കാണാം. മഴ പെയ്താൽ അധികം വ്യൂ കാണില്ല. വ്യൂ പോയിന്റ് വരെയുള്ള യാത്രയും തിരിച്ചിറങ്ങുന്നതൊന്നും വലിയ അപകടമുള്ളതല്ല. എന്നാൽ വ്യൂ പോയിന്റ് കുറച്ച് ഡേഞ്ചറസ് ആണ്. പാറയെന്നു സ്ലിപ്പായാൽ നേരെ കൊക്കയിലേക്കാണ് വീഴുക. സുരക്ഷാ സംവിധാനം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പോകുന്നവർ നല്ല കെയർഫുൾ ആയിരിക്കാം. മുറിഞ്ഞമാട് ഐലൻഡ് മലപ്പുറത്ത് സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ചാലിയാർ പുഴയുടെ കാഴ്ചയിലേക്ക് സഞ്ചാരികളെ ക്ഷണിക്കുന്ന മനോഹരമായ ഒരു പുൽമേടാണ് അരീക്കോടിനടുത്ത് വരുന്ന മുറിഞ്ഞമാട്. അധികം അറിയപ്പെടാത്ത വലിയൊരു ടൂറിസം സാധ്യതയുള്ള നല്ലൊരു പ്ലേസ് ആണിത്. വെഡ്ഡിംഗ്, ബർത്ത്ഡേ, ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ട് ഇവിടേക്ക് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ. വൈകുന്നേരം കുറച്ച് സമയം ചെലവഴിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. പലതരത്തിലുള്ള ബോട്ടിംഗ് ആണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഇരുനില ബോട്ടും പെഡൽ ബോട്ടൊക്കെ ഇവിടെ ഉണ്ട്. ഇതിനടുത്തൊരു ചിൽഡ്രൻസ് പാർക്കും വരുന്നുണ്ട്. പകല് നല്ല വെയിലായതുകൊണ്ട് തന്നെ ഈവനിങ് പോകുന്നതായിരിക്കും നല്ലത്. മഴക്കാലത്ത് ഇവിടെ പോയാൽ ചളിയിൽ ചവിട്ടി നടക്കേണ്ടി വരും. വേറെ ഇരിപ്പിടങ്ങളൊന്നും വരുന്നില്ല. നെല്ലിടത്തായി ഗ്രൗണ്ട് മുറിഞ്ഞമാടിനടുത്തുള്ള പച്ച പുതച്ചൊരു പുൽമേടാണ് നെല്ലിടത്തായി. സോഷ്യൽ മീഡിയയിലൂടെ വൈറലായതുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാർ ഇപ്പോൾ ഇവിടേക്ക് വരുന്നുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ ഫാമിലി ആയിട്ട് വന്ന് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. കർമ്മ റോഡ് പൊന്നാനി ചമ്രവട്ടം പാലത്തിനടുത്തായിട്ട് നിലയുടെ അടുത്ത് കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന പുഴയുടെ കാഴ്ചയൊക്കെ കാണാൻ പറ്റിയൊരു റോഡാണിത്. ഭാരതപ്പുഴ അറബിക്കടലിൽ ചേരുന്ന മനോഹരമായിട്ടുള്ള വ്യൂവും നിളയുടെയും അറബിക്കടലിന്റെയും സൗന്ദര്യമൊക്കെ കാണുന്ന ബോട്ട് യാത്രയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഈവനിങ്ങിൽ പോകുന്നതാണ് നല്ലത്. രാത്രി ഒരുപാട് തട്ടുകടകളും ഇവിടെ ഓണാണ്. BM കായൽ പാർക്ക് പൊന്നാനിക്കടുത്ത് കായലിനോട് ചേർന്നിട്ടാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്. ഫാമിലി ആയിട്ടൊക്കെ കുറച്ച് ടൈമും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു പാർക്കാണ്. തൂക്കുപാലം, ബോട്ടിംഗ്, കുട്ടികൾക്കായുള്ള പ്ലേ ഏരിയയും ഇവിടെയുണ്ട്. രാവിലെ 9 മണി മുതൽ 8 മണി വരെയാണ് എൻട്രി ടൈം. നൂർ ലേക്ക് തിരൂരിനടുത്തുള്ള ഒരു നാച്ചുറൽ പാർക്കാണ് നൂർ ലേക്ക്. മുളങ്കാടുകളുടെ ഒരു കലവറയാണ് ഈ പ്രദേശം. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ്. രാവിലെ 9 മണി മുതൽ 5:30 വരെയാണ് ടൈമിങ്. 50 രൂപയാണ് ഒരാൾക്ക് വരുന്ന എൻട്രി ഫീ. തുഞ്ചൻ പറമ്പ് മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛന്റെ ജന്മദേശമാണ് തുഞ്ചൻ പറമ്പ്.
ഭാഷാപിതാവിന് അർഹമായ ആദരം എന്ന നിലയിൽ സ്മാരകവും മ്യൂസിയമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നൂർ ലേക്കിനടുത്തായിട്ടാണ് മ്യൂസിയത്തിൻ്റെ ലൊക്കേഷനും വരുന്നത്. 20 രൂപയാണ് എൻട്രി ഫീ. 10 മണി മുതൽ 5 മണി വരെയാണ് എൻട്രി ടൈം. ഹജൂർ കച്ചേരി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ത്യാഗോജല അധ്യായങ്ങളിലൊന്നായ 1921 മലബാർ വിപ്ലവത്തിൻ്റെ നിത്യസ്മാരകമാണ് തിരൂരങ്ങാടി ഹജൂർ കച്ചേരി. സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഹജൂർ കച്ചേരിയെ ജില്ലാ പൈതൃക മ്യൂസിയമായി നവീകരിച്ചു. നേരത്തെ ഇത് തിരൂരങ്ങാടി താലൂക്ക് ഓഫീസായിരുന്നു. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 5 രൂപയുമാണ് ചാർജ് വരുന്നത്. രാവിലെ 9:30 മുതൽ 4:30 വരെയാണ് എൻട്രി ടൈം. കടലുണ്ടി ബേർഡ് സാങ്ച്വറി കോഴിക്കോട് മലപ്പുറം ബോർഡറിലായിട്ടാണ് കടലുണ്ടി ബേർഡ് സാങ്ച്വറിയുടെ ലൊക്കേഷൻ വരുന്നത്. കണ്ടൽക്കാടിനുള്ളിലൂടെ പക്ഷികളെയും പുഴയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള തോണിയാത്രയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. തദ്ദേശീയ പക്ഷികൾക്ക് പുറമെ ദേശാടന പക്ഷികളെയും ഇവിടെ കാണാൻ പറ്റും. സീസൺ അനുസരിച്ച് മാത്രമേ ദേശാടന പക്ഷികളെ കാണാൻ പറ്റുള്ളൂ. 10 രൂപയാണ് ഇവിടേക്കുള്ള എൻട്രി ചാർജ് വരുന്നത്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് എൻട്രി ടൈം. 8 പേർക്ക് കയറാവുന്ന 1 മണിക്കൂർ ബോട്ടിന് 800 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. 2 പേര് പോയാലും 800 രൂപ കൊടുക്കണം. അതുകൊണ്ട് തന്നെ അവിടെ വരുന്നവരായിട്ട് ഷെയർ ചെയ്ത് കയറുന്നതാണ് നല്ലത്. ഇവിടേക്ക് വരുന്നവർ പുഴയിൽ വെള്ളം വേലി സമയത്ത് വരുന്നതായിരിക്കും നല്ലത്. എങ്കിൽ മാത്രമേ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. പുഴയിൽ വെള്ളം ഇറങ്ങുന്ന സമയത്ത് തോണി കണ്ടൽക്കാടിനകത്തൂടി കയറാൻ കഴിയില്ല. കടലുണ്ടി ബീച്ച് കടലുണ്ടി ബേർഡ് സാങ്ച്വറിയിൽ നിന്നും 2 കിലോമീറ്റർ മാറി കോഴിക്കോട് മലപ്പുറം ബോർഡറിലായിട്ടാണ് ഈ ബീച്ചിന്റെ ലൊക്കേഷൻ വരുന്നത്. പുഴയും കടലും കൂടി ചേരുന്ന പാറകളാൽ മനോഹരമായ ചെറിയൊരു ബീച്ചാണിത്. അടുത്തതായിട്ട് കാണിക്കുന്നത് മലപ്പുറത്തുള്ള പ്രധാനപ്പെട്ട വാട്ടർഫോൾസ് ആണ്. അടുത്തത് മലപ്പുറത്തെ പ്രധാനപ്പെട്ട വ്യൂ പോയിന്റുകളാണ്. ഇനി കാണിക്കുന്നത് മലപ്പുറത്തെ പ്രധാനപ്പെട്ട ബീച്ചുകളാണ്. നെക്സ്റ്റ് കാണിക്കുന്നത് മലപ്പുറത്തെ പ്രധാനപ്പെട്ട പാർക്കുകളാണ്. ഇനി മറ്റ് സ്പോട്ടുകൾ നോക്കാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.